നമ്മൾ ഇതിനകത്ത് ആദ്യം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കുക. അതിൽ നമുക്ക് നമ്മളുടെ ലീഡിനെ കസ്റ്റമർ സെലക്ട് ചെയ്യുക. ഏത് ദിവസമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. പിന്നെ ടെസ്റ്റിന്റെ എവിടുന്ന ഏത് സോഴ്സിൽ നിന്നാണ്, വെല്ലാണോ ബോർവെല്ലാണോ അത് കൊടുക്കുക. ലൊക്കേഷൻ ഏത് കസ്റ്റമർ ലൊക്കേഷൻ എവിടെയാണ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രോസ്പെക്ട് ലൊക്കേഷൻ കൊടുക്കുക. ടെമ്പറേച്ചർ നോക്കുക. പിന്നെ നമ്മുടെ ജസ്റ്റ് പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്തത് പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫിന് ഇരുന്ന് എൻട്രി ചെയ്യാൻ പറ്റും. സോ ഇതൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഫ്രീ വാട്ടർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു റിപ്പോർട്ട് ഫോർമാറ്റിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ജസ്റ്റ് റിലേറ്റഡ് ആയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുക. എൻട്രിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഈ റിപ്പോർട്ട് സേവ് ആവുകയും റിപ്പോർട്ട് ജനറേറ്റ് ആവുകയും ഓട്ടോമാറ്റിക്കലി കസ്റ്റമറിന് മെസ്സേജ് പോവുകയും ചെയ്യും. സോ ഇത് നമ്മൾ ലീഡ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ താഴെ വന്ന് നോക്കിയാൽ വാട്ടർ റിപ്പോർട്ട് കാണാൻ പറ്റും, ടെസ്റ്റ് റിപ്പോർട്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നല്ല പക്ക ടെസ്റ്റ് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റില് നമുക്ക് ഇതൊരു PDF ഫോർമാറ്റ് റിപ്പോർട്ട് കിട്ടും. ടെസ്റ്റ് റിപ്പോർട്ടായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ജസ്റ്റ് ആ ഡാറ്റ മാത്രം എൻട്രി ചെയ്ത് കൊടുത്താൽ മതി സോഫ്റ്റ്വെയറിൽ. ഇത് നമുക്ക് കസ്റ്റമേഴ്സിന് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്യാം.